റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹീറ്റ് പമ്പ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഹീറ്റ് എടുത്ത് വേറൊരു ഭാഗത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ഹീറ്റ് പമ്പ് എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. ഒരു സ്ഥലത്തു നിന്നുള്ള ഹീറ്റ് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. അതേസമയം റെഫ്രിജറേറ്റർ ചെയ്യുന്നത് ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്, ഒരു ഭാഗത്തു നിന്ന് ഹീറ്റ് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ജോലികൾ വളരെ സാമ്യമുള്ളതാണ്. അതേസമയം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആവശ്യത്തിന് ഈ ഉപകരണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും ഒരു സ്പേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഏതെങ്കിലും ഒരു സ്പേസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇതിൻ്റെ പ്രവർത്തന രീതികൾ, പ്രവർത്തനവും സമമാണെങ്കിലും ഇതിൻ്റെ ഉപയോഗമാണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ വന്നിരിക്കുന്നത്. അതേപോലെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഹീറ്റ് സോഴ്സിനും ഒരു ഹീറ്റ് സിങ്കിനും ഇടയിലാണ് ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് അല്ലേ. ഒരു ഉയർന്ന ടെമ്പറേച്ചറിലൊരു ഭാഗം, താഴ്ന്ന ടെമ്പറേച്ചറിലൊരു ഭാഗം, ഇങ്ങനെ രണ്ട് ടെമ്പറേച്ചർ ഡിഫറൻസിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ഹീറ്റ് സോഴ്സിൻ്റെ ഒരു ഹീറ്റ് സിങ്കിൻ്റെ ഇടയിലാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അവിടെയും സംഭവിക്കുന്നത് എന്താ, ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് കൂടിയ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എന്നതിന് ശേഷം അതിലൊരു ഭാഗം ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്നു. ബാക്കിയുള്ള ഹീറ്റ് ഇത് ഹീറ്റ് സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഹീറ്റ് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഡിവൈസും ചെയ്യുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു സംഗതി ഈ മൂന്ന് ഡിവൈസിലുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു വ്യത്യാസമുള്ളത്, ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഉയർന്ന ടെമ്പറേച്ചറുള്ള ഒരു പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് ആണ് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് അത് ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഭാഗത്തേക്ക് ആണ് ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ സിങ്ക് എന്ന് പറയുന്നത് സാധാരണ ചൂട് കുറഞ്ഞ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ചൂട് കൂടിയൊരു ഭാഗത്ത് നിന്ന് ചൂട് കുറഞ്ഞൊരു ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം ചൂട് കൂടിയൊരു ഭാഗത്ത് നിന്ന് തന്നെ ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഹീറ്റ് ഫ്ലോ നടക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലാതെ തിരിച്ച് സാധാരണ സംഭവിക്കാറില്ല. ചൂട് കുറഞ്ഞൊരു ഭാഗത്തു നിന്ന് ആ തണുപ്പല്ല ഫ്ലോ ചെയ്യുന്നത്, ചൂടാണ് ഫ്ലോ ചെയ്യുന്നത്. ചൂട് കൂടിയ ഭാഗത്തു നിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഈ ഹീറ്റ് ഫ്ലോ സംഭവിക്കുന്നത്. അതേസമയം റെഫ്രിജറേറ്ററിൻ്റെയും ഹീറ്റ് എഞ്ചിൻ്റെയും കേസിൽ, റെഫ്രിജറേറ്ററിൻ്റെയും ഹീറ്റ് പമ്പിൻ്റെയും കേസിൽ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഈ ഹീറ്റ് ഹീറ്റ് പമ്പിലാണെങ്കിലും റെഫ്രിജറേറ്ററിലാണെങ്കിലും ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ കൂടിയ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് കുറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ കൂടിയൊരു ഭാഗത്ത് റിജക്റ്റ് ചെയ്യുന്നു. ഇത് ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. കാരണം സ്വാഭാവികമായിട്ടുള്ള എനർജി ഫ്ലോ നടക്കുന്നത് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. പക്ഷേ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും ഈ സ്വാഭാവികമായിട്ടുള്ള ഫ്ലോയ്ക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരു എക്സ്റ്റേണൽ ഒരു ഏജൻസി അവിടെ വേണ്ടിവരും അല്ലേ. ഉദാഹരണത്തിന് വെള്ളം താഴത്തേക്ക് ഒഴുകാൻ വേണ്ടി പ്രത്യേകിച്ച് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. വെള്ളം മുകളിൽ നിന്ന് കൂടിയ ഭാഗത്ത് നിന്ന് ഉയരം കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി വരിക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ തിരിച്ചൊന്ന് സങ്കല്പിക്കുക, താഴ്ന്നൊരു ഭാഗത്ത് നിന്ന് മുകളിൽ ഉള്ള ഒരു ഭാഗത്തേക്ക്, ഉയരം കൂടിയൊരു ഭാഗത്തേക്ക് വെള്ളം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയല്ല, നമ്മളവിടെ വർക്ക് കൊടുക്കണം അല്ലേ. ഒന്നുകിൽ നമ്മൾ
നമ്മൾ വെള്ളം കോരി കയ്യിലെടുത്ത് മുകളിൽ കൊണ്ടുപോയി വെക്കണം. അതല്ലെങ്കിൽ ഒരു പമ്പ് ഉപയോഗിച്ച് താഴെ നിന്ന് മുകളിലേക്ക് പമ്പ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു സ്വാഭാവികമല്ലാത്ത ഒരു ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ നമുക്കൊരു മെഷീൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ റെഫ്രിജറേറ്ററിലും ഈ പറയുന്ന ഹീറ്റ് പമ്പിലും നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുക്കണം. ഇതിനകത്ത് പോയി വർക്ക് ചെയ്യാൻ ഒരു ഏജൻസി നമ്മൾ ഏർപ്പാടാക്കണം. എന്നാൽ മാത്രമാണ് ഈ ഹീറ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള തണുത്ത ഒരു ഭാഗത്ത് നിന്ന് ഹീറ്റ് എടുത്ത് ചൂട് കൂടിയ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഏരിയയിൽ കൊണ്ടുപോയി ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹീറ്റ് പമ്പിലാണെങ്കിലും റെഫ്രിജറേറ്ററിലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കണം. വർക്ക് കൊടുക്കാൻ കെൽപ്പുള്ളൊരു ഏജൻസി വെക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ എ സിയിലൊക്കെ കംപ്രസർ എന്ന് പറയുന്നൊരു സംഗതി കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കംപ്രസർ എന്ന് പറയുന്നത് ബേസിക്കലി ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ഈ കംപ്രസറിനകത്തൊരു മോട്ടറുണ്ട്. ഈ മോട്ടറാണ് ഈ കംപ്രസറിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു എക്സ്റ്റേണൽ വർക്ക് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഈ കംപ്രസറിന്റെ രൂപത്തിൽ ഒരു എക്സ്റ്റേണൽ വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹീറ്റ് പമ്പിലാണെങ്കിലും ഇതേപോലെ ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഈ പറഞ്ഞ സിസ്റ്റം ഇതേപോലത്തെ ഒരു മെക്കാനിസം ആണെങ്കിൽ അവിടെയും കംപ്രസർ തന്നെയാണ് വരിക. അപ്പോൾ അത് നമ്മളവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എനർജി ഫോം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടോർ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും വർക്ക് ചെയ്യുന്നത്. അതേസമയം ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നോക്കുക. ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. നമ്മൾ അതിലേക്ക് വർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വർക്ക് ഔട്ട്പുട്ടാണ് പുറത്തേക്ക് ലഭിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിലുള്ള എനർജി, ഹീറ്റ് എനർജി അത് വർക്കാക്കി മാറ്റി ആ വർക്ക് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഹീറ്റ് എഞ്ചിനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിക്ക് ഇഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും അല്ലേ. ഏത് പ്രവൃത്തിക്കാണെങ്കിലും ആ പ്രവൃത്തിക്ക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഡെഫിനിഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എഫിഷ്യൻസി. നമ്മൾ കൊടുക്കുന്ന റിസോഴ്സസിനനുസരിച്ച് നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്, അതിനെയാണ് നമ്മൾ സാധാരണ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റിസോഴ്സിനെ 100% നമുക്ക് ഔട്ട്പുട്ടായി തിരിച്ചു കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന 100% എഫിഷ്യൻസി എന്ന് പറയുന്നത്. 50% എന്ന് പറയുമ്പോൾ നമ്മൾ 100 യൂണിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 50 യൂണിറ്റ് ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ എഫിഷ്യൻസിയുടെ കാര്യം പറയാറുള്ളത്. അപ്പോൾ ഈ എല്ലാ മെഷീൻസിനും നമ്മൾ എഫിഷ്യൻസി പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറാണെങ്കിലും അല്ലെങ്കിൽ പമ്പ് സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും എല്ലാത്തിനും നമ്മൾ എഫിഷ്യൻസി പറയാറുണ്ട്. ഇപ്പോൾ AC ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും മിക്സർ ഗ്രൈൻഡർ ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ എഫിഷ്യൻസി പറയാറുണ്ട്. അപ്പോൾ ഈ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഗതി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. എത്ര നമുക്ക് ലഭിക്കുന്നു ഡിവൈഡ് ബൈ എത്ര നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇനി നമ്മൾ ഈ പറയുന്ന 3 ഡിവൈസ് നോക്കുക, ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്. എന്താണ് ഇതിൽ ഓരോന്നിലും ഔട്ട്പുട്ട്? ഇപ്പൊ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന സംഗതിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കാണ് അല്ലേ. നമ്മൾ ഫ്യൂല് കൊടുക്കുന്നതിനനുസരിച്ച് ഫ്യൂലിന്റെ കമ്പഷൻ നടന്നു നമുക്ക് നിങ്ങൾക്ക് അതിന്റെ മെക്കാനിസം ഒക്കെ അറിയാം. നമുക്കതിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫ്ലൈ വീലിൽ വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. വർക്കാണ് ഹീറ്റ് എഞ്ചിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? ഈ ഫ്യൂവലിലുള്ള എനർജി. അതല്ലെങ്കിൽ ഫ്യൂവലിലുള്ള എനർജി എന്ന് പറയുമ്പോൾ ആ ഫ്യൂല് കമ്പസ്റ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് കിട്ടുന്ന ഹീറ്റ് എനർജി, അതാണ് അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്കും, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫ്യൂവലിലുള്ള ഹീറ്റ് എനർജി. ഇതിനെയാണ് നമ്മൾ അപ്പോൾ ഈ ഔട്ട്പുട്ട്, ഈ വർക്ക് ഡിവൈഡ് ബൈ നമ്മൾ കൊടുക്കുന്ന എനർജിയെ നമ്മൾ എന്ത് പറയും? നമ്മൾ എഫിഷ്യൻസി എന്ന് പറയും അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഫ്യൂലാണെങ്കിലും ഈ ഫ്യൂല് 1 കിലോഗ്രാം ഫ്യൂല് കത്തുമ്പോൾ എത്ര എനർജി കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾ കലോറിഫിക് വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസൽ കത്തിക്കുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ മാർഗങ്ങൾ ഉപയോഗിച്ച് ആ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന
വർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അതും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഫിഷ്യൻസി കൃത്യമായിട്ട് ലഭിക്കും. ഇതേപോലെ തന്നെ മറ്റ് രണ്ട് മെഷീനുകൾ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും എങ്ങനെയാണ് നമുക്കിതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ നമുക്ക് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് കൂളിംഗ് എഫക്റ്റാണ്. കൂളിംഗ് എഫക്റ്റ് റെഫ്രിജറേറ്ററിൽ നമുക്ക് ആവശ്യമുള്ളത് കൂളിംഗ് എഫക്റ്റാണ്. അതേസമയം നമുക്ക് ഹീറ്റ് പമ്പിന് ആവശ്യമുള്ളത് ഹീറ്റിംഗ് എഫക്റ്റാണ്. അല്ലെങ്കിൽ ഹീറ്റിംഗ് ആണ് നമ്മൾ ഹീറ്റ് പമ്പ് കൊണ്ട് ചെയ്യുന്നത്, കൂളിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന റെഫ്രിജറേറ്റർ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൻ്റെ ഔട്ട്പുട്ട് കൂളിങ്ങും അതേപോലെ ഹീറ്റ് പമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റിങ്ങും ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ എത്രത്തോളം കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ എഫിഷ്യൻസി കണക്കാക്കാനായിട്ട് നമ്മൾ നോക്കേണ്ട വസ്തുത. എത്രത്തോളം കൂളിംഗ് എഫക്റ്റാണ് ഈ റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട വസ്തുത. അതല്ലെങ്കിൽ ഈ കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്ക് പറയാം, ഈ ഹീറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് തണുപ്പ് അനുഭവപ്പെടുന്നത് അല്ലേ. ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്തു അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു സ്പേസിൽ നിന്ന് എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേസമയം ഹീറ്റ് പമ്പിൻ്റെ കേസിലാണെങ്കിൽ എത്രത്തോളം ഹീറ്റാണ് അതിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി സപ്ലൈ, നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന കംപ്രസറിനെ റൺ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മോട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് എത്രത്തോളം ഇലക്ട്രിസിറ്റി കൊടുത്തു എന്നുള്ളതാണ് നമ്മളുടെ ഇൻപുട്ടായിട്ട് വരിക. അപ്പോൾ റെഫ്രിജറേറ്ററിലാണെങ്കിലും ഹീറ്റ് പമ്പിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മോട്ടറിലുള്ള വർക്കിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിൽ എത്രത്തോളം ഹീറ്റ് റിമൂവ് ചെയ്തു എന്നുള്ളതും ഹീറ്റ് പമ്പിലാണെങ്കിൽ എത്രത്തോളം ആണ് ഒരു റൂമിനെ ഹീറ്റ് ചെയ്തത് എന്നുള്ളതുമാണ്. അപ്പോൾ ആ റേഷ്യോ ആണ് നമ്മൾ ഇതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് എടുക്കാറ്. ഇനി ഈ റെഫ്രിജറേറ്ററിലാണെങ്കിലും ഹീറ്റ് പമ്പിലാണെങ്കിലും എഫിഷ്യൻസി നമ്മൾ പറയുന്നത് എഫിഷ്യൻസി എന്നുള്ള ടേം അല്ല നമ്മളവിടെ സാധാരണ ഉപയോഗിക്കാറ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേം COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ള ഒരു ടേമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. റെഫ്രിജറേറ്ററിലും ഹീറ്റ് പമ്പിലും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എഫിഷ്യൻസിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് COP. റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹീറ്റ് പമ്പിന്റെ എഫിഷ്യൻസി എന്നല്ല നമ്മൾ പറയാറ്. റെഫ്രിജറേറ്ററിന്റെ COP അല്ലെങ്കിൽ ഹീറ്റ് പമ്പിന്റെ COP എന്നാണ് പറയാറ്. ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ റെഫ്രിജറേറ്ററിലാണെങ്കിലും ഹീറ്റ് പമ്പിലാണെങ്കിലും ഈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ള വാല്യൂ നോക്കുന്ന സമയത്ത് അത് മോർ ദാൻ 1 ആകും പലപ്പോഴും വരിക. അപ്പോൾ മോർ ദാൻ 1 ആകുമ്പോൾ നമുക്കത് പെർസെൻറ്റേജിലേക്ക് കണക്കാക്കുകയാണെങ്കിൽ മോർ ദാൻ 100% വരും. അപ്പോൾ സാധാരണ നമ്മളൊരു പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഒരു മെഷീൻ്റെയും എഫിഷ്യൻസി 100% മുകളിൽ പോകാറില്ല. മാക്സിമം എഫിഷ്യൻസിയാണ് 100% എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 100% എഫിഷ്യൻസി ഒന്നും ഒരു മെഷീനും കിട്ടാറില്ലെങ്കിലും മാക്സിമം എഫിഷ്യൻസി നമ്മൾ 100% കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഈ റെഫ്രിജറേറ്ററിനും ഹീറ്റ് പമ്പിനൊക്കെ നമ്മൾ എഫിഷ്യൻസി എന്നുള്ള ടൈമിലാണ് കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് മോർ ദാൻ 100% എഫിഷ്യൻസി എന്ന് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഉപകരണങ്ങൾക്ക് എഫിഷ്യൻസി എന്നുള്ള ടേമിന് പകരം COP എന്നുള്ള ഒരു ടേമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിയും റെഫ്രിജറേറ്ററിന്റെയും ഹീറ്റ് പമ്പിന്റെയും COPയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ ഒരു ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും വർക്കിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം ഹീറ്റ് എഞ്ചിനാണ്. ഈ ഹീറ്റ് എഞ്ചിൻ അതിൻ്റെ പ്രവർത്തനം നോക്കുക. ഹോട്ട് ബോഡി എന്ന് പറയുന്ന ഒരു റെഡ് ബോക്സ് മുകളിൽ കാണാം. അവിടെ നിന്ന് Q2 എന്ന് പറയുന്ന ഹീറ്റ്, Q2 എന്ന് പറയുന്ന അളവിലുള്ള ഹീറ്റ് ഈ ഹീറ്റ് എഞ്ചിൻ അബ്സോർബ് ചെയ്യുന്നു. പച്ച കളറുള്ള റിങ്ങിലാണ് ഹീറ്റ് എഞ്ചിൻ, ലെറ്റർ കാണിച്ചിട്ടുണ്ട്.
ആ ഹീറ്റ് എഞ്ചിൻ അബ്സോർബ് ചെയ്യുന്നു. എന്നതിന് ശേഷം Q1 എന്നുള്ള ഒരു ഹീറ്റ് കോൾഡ് ബോഡിയിലേക്ക്, ഏറ്റവും താഴെയുള്ള ബ്ലൂ കളർ നോക്കുക, ആ കോൾഡ് ബോഡിയിലേക്ക് ഇത് റിജക്റ്റ് ചെയ്യുന്നു. WE എന്ന് പറയുന്ന ഒരു വർക്ക് ചിത്രത്തിൽ തന്നെ കാണാം. ഇയിൽ നിന്ന് പുറത്തേക്ക് ഒരു ആരോ കാണാം. WE എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് വർക്ക് ഹീറ്റ് എഞ്ചിൻ നമുക്ക് തരുന്നു. ഇങ്ങനെയാണ് ഹീറ്റ് എഞ്ചിൻ ചിത്രം കാണിച്ചിരിക്കുന്നത്. അടുത്ത് റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്ന എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്ത് ഇത് ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണ്. Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അതേസമയത്ത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണ്. ഇനി ഇങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് ഇൻപുട്ട്, നമ്മളൊരു മോട്ടറിൽ ഒരു കംപ്രസറോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഈ കോൾഡ് ബോഡിയിൽ നിന്ന് ഇതിന് ഹീറ്റ് എടുത്ത് ഹോട്ട് ബോഡിയിലേക്ക് കൊണ്ടുപോയി റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഭാഗത്ത് നിന്ന് ടെമ്പറേച്ചർ കൂടിയൊരു ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമാണ്. അപ്പോൾ നമ്മളൊരു കംപ്രസർ ഉപയോഗിക്കും, അല്ലെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം WR എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് കാണാം റെഫ്രിജറേറ്ററിൽ. അപ്പോൾ റെഫ്രിജറേറ്ററിൽ കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് WR. WR എന്ന് പറയുന്നത് വർക്ക് ഇൻപുട്ട് ടു റെഫ്രിജറേറ്റർ. എന്നിട്ട് ഇത് ചെയ്യുന്നത് Q2 എന്ന് പറയുന്ന ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Q1 എന്ന് പറയുന്ന ഹീറ്റാണ് അബ്സോർബ് ചെയ്യുന്നത്, പക്ഷേ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണ്. അതേപോലെ ഹീറ്റ് പമ്പിലാണെങ്കിലും സെയിം ആണ്. റെഫ്രിജറേറ്ററുമായിട്ട് നോക്കുക, Q1 എന്നുള്ള ഹീറ്റ് കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. WP എന്ന് പറയുന്നത് വർക്ക് ഇൻപുട്ട് ദ ഹീറ്റ് പമ്പ്. അപ്പോൾ അത്രയും വർക്ക് കൊടുക്കുകൊണ്ടാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അത് Q2 എന്ന് പറയുന്ന ഒരു ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് റിമൂവ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഹീറ്റ് പമ്പിൻ്റെ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഡിവൈസിൻ്റെയും 3 മെഷീൻസിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്. അതിൽ ഓരോന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്കിതിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെറിയൊരു ഈ ചിത്രം നോക്കി എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഈ ഹീറ്റ് എഞ്ചിൻ, അതേപോലെ റെഫ്രിജറേറ്റർ, പമ്പ് എന്ന് പറയുന്ന 3 സംഗതികൾ ആ പച്ച കളറിലുള്ള റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ട് ബോഡിയും ഈ പറയുന്ന മെഷീനുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗത്തൊക്കെ Q2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കാം. ഹോട്ട് ബോഡിയും ഈ പറയുന്ന 3 മെഷീനുമായിട്ട് കോണ്ടാക്ട്, അതിൻ്റെ ഇടയിലുള്ള ആരോ മാർക്കിൻ്റെ അവിടെ Q2 എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിലുള്ള കോൾഡ് ബോഡിയും ഈ മെഷീനുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗത്തൊക്കെ Q1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം നന്നായി ശ്രദ്ധിച്ച് നോക്കുക, 1-2 തവണ വരച്ച് പഠിക്കുക കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ ചിത്രം. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഉയർന്ന ടെമ്പറേച്ചറുള്ള ഹോട്ട് ബോഡി, അതിൽ നിന്ന് Q2 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അത് എന്നിട്ട് കോൾഡ് ബോഡിയിലേക്ക് Q1 എന്ന് പറയുന്ന ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. WE എന്ന് പറയുന്ന ഒരു വർക്ക് ഔട്ട്പുട്ടും തരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, Q2 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഹോട്ട് ബോഡിയിൽ നിന്ന്, പക്ഷേ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q1 ആണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ Q2 നിന്നുള്ള ഹീറ്റ് എടുത്ത് ആ ഹീറ്റിലെ ഒരു ഭാഗത്തിനെയാണ് എന്തായി മാറ്റുന്നത്, വർക്കാക്കി മാറ്റുന്നത്. ആ വർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 100 യൂണിറ്റ് ഹീറ്റാണ് ഹോട്ട് ബോഡിയിൽ നിന്ന് എടുത്തെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം, ഉദാഹരണത്തിന് ഒരു 50 യൂണിറ്റ് ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്നു. അത് നമുക്ക് WE ആയിട്ട് കിട്ടുന്നു. ബാക്കിയുള്ള ഒരു 50% അല്ലെങ്കിൽ 50 യൂണിറ്റിനെ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാം. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ ഇതിനിപ്പോൾ നമ്മൾ COP എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ എഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ വരിക, പക്ഷേ ഇവിടെ COP എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹീറ്റ് എഞ്ചിൻ നമ്മൾ ഈ COP പറയാറില്ല, എഫിഷ്യൻസിയാണ് പറയാറ്. ഇപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കണക്കാക്കുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വർക്ക്, ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈ ഈക്വൽ ടു WE ബൈ QE ഈക്വൽ ടു Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q2. വർക്ക് ഡൺ ഈക്വൽ ടു Q2 മൈനസ് Q1 എന്നാണ് വർക്ക് ഡൺ കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് സപ്ലൈഡ് എന്നുള്ളത് Q2. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ നമ്മൾ ഹോട്ട് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് Q2 ആണ്. അതേപോലെ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ്
Q1 ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് Q2 മൈനസ് Q1 ആണ് നമുക്ക് WE അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഹീറ്റ് ആണോ ഹോട്ട് ബോഡിയിൽ നിന്ന് എടുത്തത്, അതാണ് Q2. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q2, അതാണ് ഇതിന്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. ഇനി റെഫ്രിജറേറ്ററിന്റെ കേസിൽ ഇത് കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്നുള്ള ഹീറ്റ് എടുക്കുന്നു. എന്നതിന് ശേഷം ഇത് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് WR എന്ന് പറയുന്ന ഒരു അത്രയും യൂണിറ്റ് വർക്ക് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് Q1 പ്ലസ് WR ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഈ പറയുന്ന റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം വർക്ക് ആൻഡ് ഹീറ്റ് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? വർക്കും ഹീറ്റും മ്യൂച്വലി കൺവേർട്ടബിൾ ആണ്. അപ്പോൾ അത് അങ്ങനെ പറയുമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് വർക്കിനെ ഫുള്ളായിട്ടും ഹീറ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഷീനിലേക്ക് കൊടുക്കുന്ന റെഫ്രിജറേറ്ററിൽ കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ ഈ വർക്ക് അത് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഹീറ്റിൻ്റെ രൂപത്തിലാണ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഹോട്ട് ബോഡിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന Q1 എന്നുള്ള ഹീറ്റ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന വർക്ക്, ഇത് രണ്ടും കൂടി ചേർന്ന് ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഹോട്ട് ബോഡിയിൽ എത്തുന്ന ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് Q2 ഈക്വൽ ടു Q1 പ്ലസ് WR എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട്, റെഫ്രിജറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കൂളിംഗ് എഫക്റ്റാണ്, അല്ലെങ്കിൽ ഹീറ്റ് എത്രത്തോളം കോൾഡ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ എഫിഷ്യൻസി അല്ലെങ്കിൽ COP എന്ന് പറയുന്നത് എന്താ വരിക, നമ്മൾ കൊടുത്ത ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഹീറ്റല്ല, നമ്മൾ ഈ കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ് Q1 ഡിവൈഡഡ് ബൈ നമ്മൾ സപ്ലൈ ചെയ്ത വർക്ക് WR അല്ലേ? ഇപ്പോൾ Q1 ഡിവൈഡഡ് ബൈ WR, അതാണ് ഇവിടെ ചിത്രത്തിൽ കാണാം. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരാം. ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ Q2 മൈനസ് Q1 അല്ലേ? ഇപ്പോൾ നമ്മൾ WR എന്ന് പറയുന്ന വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, Q2 മൈനസ് Q1 ആയിട്ട് എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ Q2 എന്ന് പറയുന്നത് Q1 പ്ലസ് WR എന്നിവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് Q1-ൻ്റെ അല്ലെങ്കിൽ WR-ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന് ഡിറൈവ് ചെയ്യാം. WR ഈക്വൽ ടു Q2 മൈനസ് Q1 എന്ന് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ COP Q1 ബൈ Q2 മൈനസ് Q1 അല്ലെങ്കിൽ Q1 ബൈ WR ഈക്വൽ ടു Q1 ബൈ Q2 മൈനസ് Q1. Q2 എന്ന് പറയുന്നത് Q1 പ്ലസ് WR ആണ്. ഒന്നുകൂടി പറയാണ്, ഹോട്ട് ബോഡിയിലേക്ക് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിൽ ഈ പറയുന്ന ഈ റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന മോട്ടറിലോ അല്ലെങ്കിൽ കംപ്രസറിലോ കൊടുക്കുന്ന വർക്ക്, ആ വർക്ക് ഹീറ്റായി കൺവേർട്ട് ചെയ്യപ്പെട്ട് അതുകൂടി ചേർന്നാണ് ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് Q2 ഈക്വൽ ടു Q1 പ്ലസ് WR ആയത്. ഇനി ഹീറ്റ് പമ്പിൻ്റെ കേസിലും ഇതേപോലെ കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എന്നതിന് ശേഷം ഹോട്ട് ബോഡിയിലേക്ക് Q2 എന്ന് പറയുന്ന ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇവിടെ Q2 ഈക്വൽ ടു Q1 പ്ലസ് WP. ഇവിടെ റെഫ്രിജറേറ്ററിൻ്റെ സെയിം പ്രിൻസിപ്പിളാണ്. Q2 ഈക്വൽ ടു Q1 പ്ലസ് WP എന്ന് പറയാൻ കാരണം നമ്മൾ പമ്പിലേക്ക് കൊടുത്ത വർക്ക് കൂടി ഹീറ്റിൻ്റെ ഫോമിൽ ഈ ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇതിൻ്റെ COP പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഫ്രിജറേറ്ററിൽ പറഞ്ഞ പോലെയല്ല. റെഫ്രിജറേറ്ററിൽ നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ കോൾഡ് സ്പേസ് ആണ് നമ്മളെടുത്ത്. Q1 ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുത്തെങ്കിലും ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹോട്ട് ബോഡിയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും Q2 ആയിരിക്കും. അപ്പോൾ Q2 ബൈ WP അതാണ് ഇതിൻ്റെ COP വരുന്നത്. ഇവിടെ നോക്കാം, Q2 ബൈ WP COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു Q2 ബൈ WP. അടുത്ത ലൈനിൽ COP ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു Q2 ബൈ Q2 മൈനസ് Q1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ Q2 മൈനസ് Q1 എന്ന് പറയുന്നത് WP നമ്മൾ Qൻ്റെ ടേംസിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ചിത്രത്തിൽ ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ Q2 ഈക്വൽ ടു Q1 പ്ലസ് WP എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് WP ഈക്വൽ ടു Q2 മൈനസ് Q1 എന്നുള്ളത് നമുക്ക് ആ ഒരു ഇക്വേഷൻ ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മളവിടെ അപ്പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുക, ഈ രണ്ടാമത്തെ ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്
ഡബ്ല്യു പി ഈക്വൽ ടു Q2 മൈനസ് Q1 എന്ന് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ലൈൻ. COP ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു Q2 ബൈ Q2 മൈനസ് Q1. ഇനി തേർഡ് ലൈനിൽ നോക്കാം. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു Q1 പ്ലസ് WP ഡിവൈഡ് ബൈ Q2 മൈനസ് Q1. നമ്മൾ ഈ Q2വിനെ നമ്മൾ Q1 പ്ലസ് WP എന്ന് എഴുതി. ഇത് നമ്മൾ കഴിഞ്ഞ നേരത്തെ കണ്ടു. Q2 ഈക്വൽ ടു Q1 പ്ലസ് WP ആണെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ആ Q2വിനെ നമ്മൾ എന്ത് ചെയ്തു? Q1 പ്ലസ് WP എന്ന് എഴുതി. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് നെക്സ്റ്റ്. അപ്പോൾ ഈ Q1 പ്ലസ് WP ബൈ Q2 മൈനസ് Q1 എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് Q1 ബൈ Q2 മൈനസ് Q1 പ്ലസ് WP ബൈ Q2 മൈനസ് Q1 അങ്ങനെ രണ്ട് ടേം ആക്കി എഴുതി. Q1 പ്ലസ് WP ബൈ Q2 മൈനസ് Q1നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 പ്ലസ് WP ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 അങ്ങനെ രണ്ട് ടേം ആയിട്ട് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. Q1 ബൈ Q2 മൈനസ് Q1 അതേപോലെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ആ WP യെ മാറ്റി അവിടെ Q2 മൈനസ് Q1 കൊടുത്തു. അപ്പോൾ നാലാമത്തെ ലൈനിലാവുമ്പോഴേക്ക് COP ഓഫ് HP ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 പ്ലസ് Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1. അപ്പൊ ഇവിടെ ഈ Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും സെയിം ടേംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലും താഴത്തും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ അതിന്റെ വാല്യൂ ഒന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ അതെന്തായി മാറി? Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 പ്ലസ് 1 എന്നുള്ള ഒരു ഫോമിലേക്ക് വന്നു. ഇനി ഈ Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞൊരു സംഗതി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ റെഫ്രിജറേറ്ററിന്റെ COPയുടെ ഇക്വേഷൻ ആണ് Q1 ബൈ Q2 മൈനസ് Q1. അപ്പോൾ COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ഈ Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ റെഫ്രിജറേറ്ററിന്റെയും അതേപോലെ ഹീറ്റ് പമ്പിന്റെയും COP അതിൻ്റെ ഒരു റിലേഷൻ ആണ് തന്നിരിക്കുന്നത്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. അപ്പോൾ ഒരേ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മളുടെ ഹോട്ട് ബോഡിയുടെയും കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണ്. അതേപോലെ ഒരേ തരത്തിലുള്ള എമൗണ്ട് ഓഫ് ഹീറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ നമുക്കിവിടെ അതിൻ്റെ എന്താ പറയുക ഹീറ്റ് ഇതിന്റെ എഫിഷ്യൻസി ഹീറ്റ് പമ്പിന്റെയും റെഫ്രിജറേറ്ററിന്റെയും എഫിഷ്യൻസി അല്ലെങ്കിൽ COP തമ്മിലുള്ള റിലേഷനാണ് COP ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഈ പറയുന്ന ഈ മൂന്നെണ്ണം ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ ഇതിനെ കമ്പയർ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ഈ COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് 1 എന്നുള്ള ഒരു ഫോമിലേക്ക് എത്തിയതെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മെഷീന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നിട്ട് ഈ സംഗതി ഹീറ്റ് പമ്പായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ COP എത്രയാണ്, റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ COP എത്രയാണ് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഇതെണ്ണത്തിന്റെ ഈ ചിത്രം വരച്ച് ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ എഫിഷ്യൻസി ഹീറ്റ് എഞ്ചിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ COP ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്നാണ് എഴുതിയത്. പക്ഷെ എന്നാലും അതിന്റെ എഫിഷ്യൻസി ആണ് വരിക. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? COP ഓഫ് റെഫ്രിജറേറ്റർ എത്രയാണ്, COP ഓഫ് ഹീറ്റ് എഞ്ചിൻ ഹീറ്റ് പമ്പ് എത്രയാണ് എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഹീറ്റ് പമ്പിന്റെ COPയും റെഫ്രിജറേറ്ററിന്റെ COPയും തമ്മിലുള്ള ഒരു റിലേഷൻ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് പഠിച്ചു. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ നോക്കിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. COP ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈ ഈക്വൽ ടു WE ബൈ QE. WE എന്ന് പറയുന്നത് വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഹീറ്റ് എഞ്ചിൻ. ഞാൻ WE എന്ന് പറയുന്നത്. QE എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ്. ഞാൻ പറഞ്ഞു ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം, ഈ കലോറിക് വാല്യൂ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഹീറ്റിന്റെ ടേംസിലേക്ക് എഴുതി Q2 മൈനസ് Q1 ഡിവൈഡ് ബൈ Q2 എന്ന് എഴുതി. ഇനി COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ WR ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1. അങ്ങനെ റെഫ്രിജറേറ്ററിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ COP ലഭിച്ചു. അതേപോലെ തന്നെ COP ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 പ്ലസ് 1. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ അതേ എഫിഷ്യൻസിയാണ് പ്ലസ് 1 കൂടി ചേർത്ത് ആ ഇക്വേഷൻ സെയിം ആണ്. പ്ലസ് 1 കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് പമ്പിന്റെ എഫിഷ്യൻസി അപ്പോൾ അല്ലെങ്കിൽ COP ആയി.
COP of റെഫ്രിജറേറ്ററിന്റെ കൂടെ ആ ഇക്വേഷന്റെ കൂടെ +1 Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 +1 എന്നുള്ളതാണ് ഹീറ്റ് പമ്പിന്റെ COP ആയിട്ട് വരുന്നത്. ഈ രീതിയിലുള്ള 3 ഇക്വേഷൻസും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാം. നിങ്ങളത് അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അവസാനത്തെ 2 ലൈൻ എന്ന് പറഞ്ഞാൽ COP of ഹീറ്റ് പമ്പ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 +1 എന്നുള്ളതും COP of ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP of റെഫ്രിജറേറ്റർ +1 എന്നുള്ളതും ആ 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഹീറ്റ് പമ്പിന്റെ കേസിൽ മിനിമം പഠിച്ചു വയ്ക്കുക. ബാക്കി എല്ലാം പഠിക്കേണ്ടതാണ്, ഒഴിവാക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമ്മളിപ്പോൾ ഹീറ്റ് എഞ്ചിന്റെയും അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ ഒക്കെ ഇക്വേഷൻസ് വളരെ ഷോർട്ടും ഈ പറയുന്ന ഹീറ്റ് പമ്പിന്റെ ഇക്വേഷൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ലാസ്റ്റ് ഒരു ഇക്വേഷൻ COP of ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 +1 അതിന്റെ താഴെയുള്ള COP of ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു COP of റെഫ്രിജറേറ്റർ +1 ആ 2 ഇക്വേഷൻസ് എങ്കിലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം COP of റെഫ്രിജറേറ്ററിന്റെ Q1 ബൈ Q2 മൈനസ് Q1 എന്നുള്ള ഒരു ടേം ഈ ഹീറ്റ് പമ്പിന്റെ ഇതിലും വരുന്നുണ്ട്, ഇക്വേഷനിലും വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. പിന്നെ ഇത് പഠിക്കുന്ന സമയത്ത് ആ നേരത്തെ പറഞ്ഞ ചിത്രങ്ങളൊക്കെ വരച്ച് ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ കൺഫ്യൂഷൻ വരില്ല. ഇത് Q1 എവിടെയാണ്, Q2 എവിടെയാണ്, അല്ലെങ്കിൽ ഇത് ഏതാണ് ഹീറ്റ് അബ്സോർബ്ഡ്, ഏതാണ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്ന തരത്തിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. എന്ത് ചെയ്യണം? നിങ്ങൾ ആ ചിത്രം വരച്ചിട്ട് ഈ പറയുന്ന കാര്യം എഴുതി പഠിക്കണം. ആ ചിത്രം വരയ്ക്കുക, ചിത്രത്തിൽ നാളിൽ ഇതിന്റെ ഇക്വേഷൻസ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് Q1 ആണോ Q2 ആണോ എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചിത്രം വരച്ചതിന് ശേഷം അതിന്റെ താഴെ ഇക്വേഷൻസ് എഴുതി കൃത്യമായിട്ട് പഠിക്കാം. അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ.